ഈ പടയാളികൾ കുറെ രാക്ഷസ മുതലകളെ അറീനയിലേക്ക് അയക്കുന്നു. അത് വെള്ളത്തിലേക്ക് ഇറങ്ങിയതും ആയിരക്കണക്കിന് കാഴ്ചക്കാർക്ക് മുന്നിൽ ക്രൂരമായ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്രാവശ്യം അവിടെയുള്ളത് അടിമകളല്ല, രാജസഭയിൽ നിന്നുകൊണ്ട് രാജാവിനെതിരെ പ്രവർത്തിച്ചവരാണ്. ഇപ്പോൾ ദിവസങ്ങളായി ഫുഡ് കഴിക്കാത്ത മുതലകൾ അവർക്ക് നേരെ വേഗത്തിൽ വരാൻ തുടങ്ങിയതും ബോട്ടിലുണ്ടായിരുന്നവരെല്ലാം നിലവിളിക്കാൻ തുടങ്ങുന്നു. അതിലൊരാൾ രക്ഷപ്പെടുന്നതിനായി അടുത്തുണ്ടായിരുന്നയാളെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു മുതല അയാളെയും കഴിക്കുന്നു. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ഒരാളെയും കഴിച്ചതിനു ശേഷം ബോട്ടിന് മുന്നിൽ കെട്ടിവെച്ചിരുന്ന ഒരുവനെയും കഴിക്കാൻ വരുന്നു. മരിക്കാൻ പോകുന്നതോർത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുതല വന്ന് അവനെയും കഴിക്കുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു സമയത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നു. പക്ഷേ രാജാവ് അത് നിർത്താതെ ഒരു ക്രൂരനായ സിംഹത്തെ വെച്ച് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സിംഹം അടിമകൾ മാത്രമല്ലാതെ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചക്കാരെയും കഴിക്കാൻ തുടങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അതിനെ കണ്ട് പേടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ മാത്രം ധൈര്യത്തോടെ അതിനെ എതിർത്ത് നിൽക്കുന്നു. അതിനുശേഷം അവനും സിംഹവും തമ്മിൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ സിംഹം അവന്റെ നേരെ ചാടിയതും ഒരു കത്തി വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്തവൻ സിംഹത്തോടൊപ്പം തറയിൽ വീഴുന്നു. അപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം അവൻ മരിച്ചെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ അതിനെ കൊന്നിട്ട് അവൻ ജീവനോടെ തന്നെയുണ്ട്.